17th ഫെബ്രുവരി സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയ കറക്ഷൻ ഉണ്ടാകും എന്ന് കുറെ റൂമേഴ്സ് സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. സോ ശരിക്കും നമുക്ക് ടെക്നിക്കൽ അനാലിസിസ് വെച്ചിട്ട് അത് ശരിക്കും സംഭവിക്കുമോ ഇല്ലേ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സോ അതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇന്ത്യ വിക്സിനെ ഒന്ന് നോക്കാം. ഇന്ത്യ വിക്സ് നോക്കുമ്പോൾ ലാസ്റ്റ് ഫ്രൈഡേ ശരിയാണ്, അത്യാവശ്യം നല്ല രീതിയിൽ വിക്സ് ഷൂട്ടപ്പ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് 13% ആണ് നമുക്ക് ഫ്രൈഡേ വിക്സ് ഷൂട്ടപ്പ് ചെയ്തിട്ട് കാണാൻ കഴിയുന്നത്. പക്ഷേ വിക്സ് ഇപ്പോഴും ഉള്ളത് ഇൻ ബിറ്റ്വീൻ 16 and 10 ഈ ഒരു റേഞ്ചിൽ തന്നെയാണ് വിക്സ് ഇപ്പോഴും ഉള്ളത്. സോ അതൊരു നോർമൽ റേഞ്ച് ആണ്. നമുക്ക് ഒരു വലിയ രീതിയിലേക്കുള്ള ഒരു എക്സ്പ്ലോഷനോ കാര്യങ്ങളൊന്നും ഇപ്പോഴും വിക്സ് പറയുന്നില്ല. അപ്പോൾ സ്റ്റിൽ അത് നോർമലൈസ് തന്നെ പോകുന്നു. വൺസ് നമുക്ക് ഈ 16ന്റെ പ്ലസ് പോയാൽ മാത്രം ശരിക്കും ഒന്ന് കോഷ്യസ് ആവുക. കാരണം നെഗറ്റീവ് ആണ്. നമുക്കൊരു 20+ ഒക്കെ പോകുമ്പോൾ കുറച്ചധികം വോളറ്റൈൽ ഉണ്ടാവാനുള്ള ഒരു ചാൻസ് അവിടെ ഉണ്ട്. സോ ഇനി നമുക്ക് നിഫ്റ്റി നോക്കാം. നിഫ്റ്റിയിൽ നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഒരു കണ്ടിന്യൂസ് ഫോൾ ആണ് അല്ലെ. അതായത് ത്രൂ ഔട്ട് ആയിട്ട് ഒരു ട്രെൻഡിങ് ക്യാൻഡിൽ വെച്ചിട്ടാണ് നിഫ്റ്റി ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇവിടെ നമ്മുടെ ലാസ്റ്റത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു ഇതൊരു മേജർ ലെവൽ ഓഫ് സപ്പോർട്ടാണ്. വൺസ് ഈ സപ്പോർട്ട് ചെയ്യുന്ന വീണ്ടും നമുക്കൊരു കണ്ടിന്യൂസ് ക്യാൻഡിൽ ഫോം ചെയ്തു. ഈവൻ മൺഡേയും ഇവിടെ നിന്ന് ഒരു കണ്ടിന്യൂസ് ബിയറിഷ് ക്യാൻഡിൽ തന്നെയാണ് ഫോം ചെയ്ത് വരുന്നത്. ദെൻ അവിടെ നമുക്ക് താഴെ നമുക്ക് നല്ലൊരു FEG ലെവൽ ഉണ്ട്. സോ ആ ലെവലിൽ നിന്നും മാർക്കറ്റ് താഴേക്ക് വീണാൽ മാത്രമായിരിക്കും നമുക്ക് ഈ ഒരു ഫോൾ വളരെ ത്രൂ ഔട്ട് ആയിട്ടുള്ള ഫോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. വൺസ് ഈ ഒരു സോണിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഈ ഒരു സോണിൽ നിന്ന് മാർക്കറ്റിൽ എവിടെയെങ്കിലും ഒരു സപ്പോർട്ട് കിട്ടുക അല്ലെങ്കിൽ ഈ ഒരു ഫോൾ സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു റിവേഴ്സ് ക്യാൻഡിൽ കിട്ടുകയാണെങ്കിൽ വീണ്ടും മാർക്കറ്റിൽ ഒരു ഹൈ എടുക്കാനുള്ള ഒരു ചാൻസ് ആണ് അവിടെ ഉള്ളത്. സോ വളരെ ശ്രദ്ധിക്കുക, ക്യാൻഡിൽസിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. സോ ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഫോൾ കാണുന്നത് IT സെക്ടറിലാണ്. ലാസ്റ്റ് നമ്മൾ നോക്കാൻ നേരത്ത് IT സെക്ടറിന്റെ മേജർ ലെവലിൽ നിന്ന് ഒരു നല്ലൊരു ബൈയിങ് ക്യാൻഡിൽ മേജർ ലെവൽ താഴേക്ക് വന്നിട്ടുണ്ട്. സോ അത് കണ്ടിന്യൂ ചെയ്യോ എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ നോക്കാം. സോ അങ്ങനെയാണെങ്കിൽ ഈ ഒരു സോണിൽ നിന്ന് ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് വീണ്ടും IT സെക്ടർ വീണ്ടും അവിടെ നിന്ന് താഴേക്ക് ഫോളോ ആവുന്നുണ്ടോ എന്ന് നോക്കാം. അവിടെ നിന്ന് ഫോളോ ആവുന്നില്ല, ഈ ഒരു ലോ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഇതിന്റെ മേളിലേക്കാണ് മാർക്കറ്റിൽ ഒരു ബ്രേക്ക്ഔട്ട് കിട്ടുന്നതെങ്കിൽ IT കുറച്ചധികം മേളിലേക്ക് പോകാനുള്ള ചാൻസ് ആണ് ഉള്ളത്. ബാങ്ക് നിഫ്റ്റി നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റി നോക്കുമ്പോൾ ബാങ്ക് നിഫ്റ്റി കുറച്ചധികം ദിവസങ്ങളിൽ ഒരു കൺസോൾട്ടേഷൻ റേഞ്ച് ആയിരുന്നു. അതിൽ നിന്ന് ഒരു നല്ലൊരു ക്യാൻഡിൽ, ഒരു ബിയറിഷ് ക്യാൻഡിൽ വന്നിട്ടുണ്ട്. മേ ബി മൺഡേ നമുക്കൊരു റീബൗണ്ട് ആണ് കിട്ടുന്നതെങ്കിൽ ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് വന്നു കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു കണ്ടിന്യൂസ് ക്യാൻഡിൽ ബൈയിങ്ങിന് ഇല്ല എങ്കിൽ മാർക്കറ്റ് വീണ്ടും ഒന്ന് താഴേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ അങ്ങനെയാണെങ്കിൽ FEG ലെവല് ബാങ്ക് നിഫ്റ്റിക്കും താഴെ അവിടെ നിൽക്കുന്നുണ്ട്. സോ അവിടെ നിന്നും ബ്രേക്ക് ഡൗൺ ആയിട്ട് തന്നെ പോയാൽ മാത്രമായിരിക്കും നമുക്ക് ഒരു വലിയൊരു ഫോൾ വരുന്നത്. അതല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ ഈ ഒരു ഏരിയയിൽ എവിടെന്നെങ്കിലും വേണമെങ്കിൽ മാർക്കറ്റിന് സപ്പോർട്ട് എടുക്കാനുള്ള ഒരു ചാൻസ് ആയിരിക്കും അധികമുള്ളത്. സോ ഇതൊക്കെയാണ് ടെക്നിക്കലി നമുക്ക് പറയാനുള്ളത്. സോ അതുകൊണ്ട് നിങ്ങളും നിങ്ങളുടേതായ അനാലിസിസ് ചെയ്തുകൊണ്ട് മാത്രം ട്രേഡിങ്ങിനെ അപ്രോച്ച് ചെയ്യുക. ലാസ്റ്റ് നമുക്ക് കുറച്ചധികം ഫോളോ വന്നപ്പോൾ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ കുറച്ചധികം പ്രോഫിറ്റ്സ് ഉണ്ടായിരുന്നു. നമ്മൾ ഓപ്ഷൻ സ്പ്രെഡ് ഉപയോഗിച്ചാണ് അത് ചെയ്യാറുള്ളത്. അതായത് ലിമിറ്റഡ് റിസ്കിലാണ് ചെയ്യാനുള്ളത്. സോ അത് നിങ്ങൾക്കും പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഡീറ്റെയിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഉണ്ടാവും. താല്പര്യമുള്ളവർക്ക് അതിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൽ എങ്ങനെയൊക്കെയാണ് ഇനി നെക്സ്റ്റ് മൂവ് ഉണ്ടാവുന്നത്, മൺഡേ മൂവ്സ് ഉണ്ടാവുന്നത്, സോ അതൊക്കെ നമുക്ക് ടെലിഗ്രാമിൽ ആയിരിക്കും അപ്ഡേറ്റ് വരുന്നത്. ആൻഡ് മേജർ അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോയിൽ സ്റ്റോറീസോ അല്ലെങ്കിൽ വീഡിയോ ഒക്കെ ചെയ്യാൻ നോക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ ഫോളോ ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.